ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീട്ടമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഇതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ആകെ അങ്ങനെ തുരു പിടിച്ചിട്ട് പെയിൻ്റൊക്കെ ഇളകിയിട്ട് ആകെ കാണാൻ തന്നെ ഒരു വൃത്തിയില്ലാതൊക്കെ ഇരിക്കൂലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാൻഡൊക്കെ നമുക്ക് കുറച്ച് പുതിയതാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ഒരു ചെറിയൊരു ടിന്ന് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സിന്തറ്റിക് ഇനാമൽ പെയിൻ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ബ്ലാക്ക് കളറിലുള്ള പെയിൻ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ബ്രഷ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കയ്യിൽ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. അതല്ലെങ്കിൽ ഈ ഒരു പെയിൻ്റൊക്കെ കയ്യിലായിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് പാടാണ്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് പെയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് വെച്ച സ്ഥലത്തൊക്കെ പെയിൻ്റൊക്കെ ആകെ അങ്ങനെ ആവും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഞാൻ പെയിൻറ്റ് അടിക്കണത്. അടിഭാഗത്തൊന്നും പെയിൻറ്റ് അടിക്കണില്ല. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങി കിട്ടുമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പെയിൻറ്റ് അടിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിലത്ത് വെക്കുക. പിന്നീട് നമ്മളത് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം ചൂടാക്കുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യണ സമയത്ത് ഇത് തന്നെത്താൻ തന്നെ ഉണങ്ങി കിട്ടിക്കോളും ചൂട് തട്ടുമ്പോൾ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിവിടെ 2 ബർണറും ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഹാർപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം കേട്ടോ. ഇതിലോട്ട് നമ്മൾ വേറെയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതാകെ അങ്ങനെ പതഞ്ഞിട്ടൊക്കെ പൊങ്ങിയിട്ടൊക്കെ വരും. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ബർണറൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് മുങ്ങിക്കെടുക്കാൻ വിധത്തിലുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതാകെ അങ്ങനെ പതഞ്ഞിട്ടൊക്കെ പൊങ്ങിയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പതക്കം ഒന്ന് അടങ്ങി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ബർണർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ 2 ബർണറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബർണറൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് അരമണിക്കൂറോളം ഒന്ന് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അരമണിക്കൂറോളം ഈ ഒരു ബർണർ വെള്ളത്തിലൊക്കെ കിടക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ അതിൻ്റെ കറക്ക് ഇങ്ങനെ ഇളകിയിട്ടൊക്കെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിത് അരമണിക്കൂറിന് ശേഷം എടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ ഒരു ബർണർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബർണറൊക്കെ ഈ ഒരു വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ ഒരു വെള്ളത്തിൽ ഹാർപ്പിക്കും ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു ഗ്ലൗസോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ബർണറൊക്കെ തേച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തേച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സബീനയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് സാധാ സോപ്പ് പൊടിയോ അതല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഷ് വാഷറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇത് തേച്ചുരച്ചിട്ട് കഴുകാനായിട്ട് പോണത്. അതൊക്കെ ഒന്ന് തേക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇതിമത്തെ കറക്ക് ഇങ്ങനെ ഇളകിയിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബർണർ ഇതേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല വെള്ളത്തിലൊന്നും കൂടെ കഴുകിയെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. മറ്റേ ബർണറും ഇതുപോലെ തന്നെ നമുക്ക് തേച്ചുരച്ചിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ അതേ 2 ബർണറും ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു കറൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹോൾസൊക്കെ നമുക്ക് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടിയാലാണ് നമ്മുടെ ഒരു അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് നല്ലോണം തന്നെ അടുപ്പ് കത്തിയിട്ടൊക്കെ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെയാണ് കത്ത്. ഒരു മഞ്ഞ കളറിലൊക്കെ ആയിരിക്കും കേട്ടോ അടുപ്പൊക്കെ കത്ത്. അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അതുപോലെ കത്ത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബർണറൊക്കെ വെച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ നല്ല നീല കളറിൽ തന്നെ അടുപ്പ് കത്തിയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, അടുപ്പൊക്കെ നന്നായിട്ട് തന്നെ കത്തി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പുതിയതുപോലെ അല്ലെങ്കിലും നമുക്ക് പെയിൻറ്റ് അടിച്ചപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും കുക്കർ യൂസ് ചെയ്യാണ് ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മൾ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വെയിറ്റും കഴുകിയെടുക്കില്ലേ. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സാധനം പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് തുറക്കാനായിട്ട് പറ്റും, ഊരാനായിട്ട് പറ്റും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു വെയിറ്റിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഹോൾസുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം.
സോറി, പിന്നല്ല കേട്ടോ, വലിയ സൂചിയില്ല, നമ്മൾ തയ്ക്കണ വലിയ സൂചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും പരിപ്പോ പയറൊക്കെ വേവിച്ചിട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ കുടുങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ വിസിൽ വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ടൊക്കെ കിട്ടും. കുക്കറിൻ്റെ വെയിറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി എടുക്കാം. ആ ഒരു വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് ഇതുപോലൊരു ഹോൾസ് ഉണ്ടല്ലോ, അതും നമുക്ക് ഈ ഒരു സൂചി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ സൂചിയൊക്കെ വെച്ചിട്ട് കുത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ അത് പോയി കിട്ടിക്കോളും. പിന്നെ നമ്മൾ കുക്കറിൽ പാചകം ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് കുക്കർ അടച്ചിട്ട് വിസിലൊക്കെ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് കുക്കറിൻ്റെ മൂടിയുടെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ നല്ലോണം അങ്ങനെ വെള്ളമൊക്കെ അങ്ങനെ ലീക്കായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ കുക്കറൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഒരു 10-20 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബെൽറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പുതിയ ഒരെണ്ണമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്